ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഡിഫറെൻ്റ് ടൈപ്പായിട്ടുള്ള ഒരുപാട് ബാങ്ക് നോട്ട്സ് ഒക്കെ കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കിടയിൽ നമുക്ക് പെട്ടെന്ന് കിട്ടാവുന്ന ഒരു കറൻസിയാണ് മ്യാൻമറിലെ 5 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസി. അപ്പോൾ ഈ ഒരു കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. ഏകദേശം 40 രൂപയ്ക്കും കിട്ടുന്ന കറൻസികളുണ്ട്, 60 രൂപയ്ക്കും കിട്ടുന്ന കറൻസികളുണ്ട്, 120 രൂപയ്ക്ക് കിട്ടുന്ന കറൻസികളുണ്ട്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന അതൊന്നുമല്ല. നമ്മുടെ ആ ഒരു കറൻസി, അതായത് മ്യാൻമറിലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഡെനോമിനേഷനിൽ വരുന്ന കറൻസിക്ക് ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്താൽ കിട്ടുന്ന ആ ഒരു മാർക്കറ്റ് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ അല്ല, ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മ്യാൻമറിലെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കറൻസീസ്, ഡിഫറെൻറ്റ് ഡെനോമിനേഷനിൽ വരുന്ന കറൻസീസാണ്. അപ്പോൾ നമുക്ക് ഒരു 5 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസി എന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും 5 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു മ്യാൻമറിലെ കറൻസിക്ക് അറിയപ്പെടുന്നത് ക്യാറ്റ്സ് എന്നാണ്. അപ്പോൾ ക്യാറ്റ്സ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊണൗൺസിയേഷൻ ക്ലിയർ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ഈ ഒരു 5 കാറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.20 എന്നുള്ളൊരു സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഗൂഗിൾ ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മ്യാൻമർ 5 കാറ്റ്സ് ഇൻ ടു INR എന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.20 എന്നുള്ളൊരു സംഖ്യയാണ് കിട്ടിയത്. അപ്പോൾ ഇതൊരു കറൻസിയാണ്. അപ്പോൾ ആ ഒരു കറൻസി നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് ആ ഒരു 0.20 എന്നുള്ളത്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 10 കാറ്റ്സ്, മ്യാൻമറിലെ 10 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.41 എന്നുള്ളൊരു ആ ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് 20 പൈസയാണോ 40 പൈസയാണോ എന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ അറിയത്തില്ല. അപ്പോൾ ആ ഒരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 20 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും മ്യാൻമറിലെ 20 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 0.82 എന്നുള്ളൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 80 പൈസ ആയിരിക്കും, ചിലപ്പോൾ 82 പൈസ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ക്ലിയർ ആയിട്ട് അത് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന മ്യാൻമറിലെ 50 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് നമ്മുടെ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ 2.05 എന്നുള്ളൊരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ചിലപ്പോൾ 2 രൂപയായിരിക്കും 50 കാറ്റ്സ് എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസിക്ക് നമുക്ക് ചിലപ്പോൾ 2 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത്രയും വില കുറഞ്ഞ ഒരു കറൻസിയാണ് മ്യാൻമറിലെ ഒരു കറൻസി. അടുത്ത നമ്മൾ പരിചയപ്പെടാവുന്ന 100 രൂപയുടെ കറൻസിയാണ്. മ്യാൻമറിലെ 100 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസിക്ക് 4.09 രൂപയാണ് നമുക്ക് ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും 100 എന്നുള്ളത്. പക്ഷേ നമ്മുടെ 100 രൂപയ്ക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു 100 രൂപയ്ക്ക് അവിടെ എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ നമുക്ക് 4.09 എന്നുള്ളൊരു സംഖ്യയാണ് നമുക്ക് ഈ ഒരു 100 കാറ്റ്സ് നമുക്ക് ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അടുത്ത നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 200 കാറ്റ്സ് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. ഈ ഒരു കറൻസി നമ്മുടെ ഇന്ത്യൻ മണിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 8 രൂപ മുതൽ 8 രൂപയല്ല 8.18 എന്നുള്ളൊരു സംഖ്യയാണ് നമുക്ക് കിട്ടുന്നത്. ചിലപ്പോൾ 8 രൂപയായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 200 എന്നുള്ള ഒരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. നമ്മുടെ 200 രൂപയ്ക്കൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. ഒരുപാട് സാധനങ്ങളല്ല, വളരെ കുറച്ച് സാധനങ്ങളാണെങ്കിലും നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷേ ഇതുപോലുള്ള ഈ ഒരു അക്കങ്ങൾ വെച്ചിട്ട് അവിടെ എങ്ങനെയാണ് എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡെനോമിനേഷനിലൊക്കെ കറൻസി കളക്ഷൻ ചെയ്ത് വന്നപ്പോഴാണ് ഈ ഒരു മ്യാൻമറിലെ ഈ ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള അക്കങ്ങൾ എനിക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്താൽ നമുക്ക് എത്ര രൂപ കിട്ടുമെന്ന് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സംഖ്യയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.